രണ്ട് തലമുണ്ടോ? ഇവര് ഇതിനു മുൻപ് സമരം നടത്തിയപ്പോൾ ടി.പി. രാമകൃഷ്ണനൊക്കെയാണ് ഈ സമരം ഉദ്ഘാടനം ചെയ്യുകയൊക്കെ ചെയ്തത്. ഇപ്പോഴും ഈ സംഘടനാ ഭാരവാഹികളുടെ പ്രതിഷേധമൊക്കെ ഭക്ഷ്യമന്ത്രി സ്വീകരിക്കുന്ന നിലപാടിനെതിരെയാണ്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇടപെടണം എന്ന് പറയുന്നത്. ഭരണപക്ഷത്തുള്ള എംഎൽഎമാരൊക്കെ പോയി പിന്തുണ അറിയിച്ചു എന്നുള്ള വാർത്തകളൊക്കെ ഒരു വശത്ത് വരുന്നു. ഇത് ഇടതുപക്ഷത്തിനകത്ത് CPM ഇതിലൊരു മറ്റൊരു നിലപാട് ഇതിനകത്ത് സ്വീകരിക്കുന്നുണ്ടോ? ഇതിൽ ജി സ്റ്റീഫൻ ഉൾപ്പെടെയുള്ള അരുവിക്കര MLA ജി സ്റ്റീഫൻ അടക്കമുള്ളവർ ഈ സമരസമിതിയുടെ ഭാഗമാണ്. അദ്ദേഹവും ഈ സമരത്തിൽ പങ്കെടുക്കുമെന്ന് ആണ് നേരത്തെ അറിയിച്ചിരുന്നത്. രാഷ്ട്രീയ വ്യത്യാസമില്ലാതെയുള്ള പിന്തുണ ഇതിനുണ്ട് എന്ന് ഈ സമര നേതാക്കളും അവകാശപ്പെടുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും ഇതിലുണ്ട് എന്നാണ് അവർ പറയുന്നത്. മുഖ്യമന്ത്രി ഇടപെടണം, മന്ത്രിയുടെ ഒരു പരിമിതി കൂടി ഇപ്പോൾ സമരക്കാർ പറയുന്നുണ്ട്. മന്ത്രിക്ക് ഇതിന് വലിയ പരിമിതികളുണ്ട് പല വിഷയങ്ങളിലും. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളുണ്ട്. ഇതിന് രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് ആരൊക്കെയാണ് ഈ ഏതൊക്കെ യൂണിയനുകളാണ് പങ്കെടുക്കുന്നത് സമരത്തിൽ? ഇതിനകത്ത് ഉള്ളത് AKR റെഡിയെ, യൂണിയൻ നെല്ലൂർ പ്രസിഡന്റായിട്ടുള്ള AKR റെഡിയെ, പിന്നെ KSR റെഡിയെ, കൃഷ്ണപ്രസാദ് CPയുടെ പ്രസിഡന്റായിട്ടുള്ള യൂണിയൻ, അതുപോലെ KSR റെഡിയെ അടൂർ പ്രകാശ് പ്രസിഡന്റായിട്ടുള്ള യൂണിയൻ, അതുപോലെ തന്നെ ജി സ്റ്റീവൻ MLA, അദ്ദേഹമാണ് നമ്മുടെ ഈ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ. അദ്ദേഹം CIT യൂണിയനാണ്. അദ്ദേഹമാണ് ഈ ചെയർമാൻ. അദ്ദേഹം പ്രസിഡന്റായിട്ടുള്ള CPMന്റെ KRU റേഷൻ സംഘടന. പിന്നെ നമ്മുടെ കോർഡിനേഷൻ ഇല്ലെങ്കിൽ പോലും CPIയുടെ സംഘടനയായ AITC സമരത്തിന് നോട്ടീസ് കൊടുത്ത് അവരും ഞങ്ങളോടൊപ്പം സമരത്തിൽ പങ്കുചേരുന്നുണ്ട്. സമരം ഉദ്ഘാടനം ചെയ്ത് ഈ സമരം ഉണ്ടാക്കുന്ന ജി സ്റ്റീവൻ MLA അദ്ദേഹം വരുന്നത് ഉറപ്പാണ്. അദ്ദേഹമാണല്ലോ നമ്മുടെ ചെയർമാൻ. അപ്പൊ അദ്ദേഹം ഇവിടെ തിരുവനന്തപുരത്ത് വരാൻ അദ്ദേഹം തന്നെ ഉദ്ഘാടനം ചെയ്യാമെന്ന് പറഞ്ഞു. ഭരണ മുന്നണിയുടെ ആളുകൾ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് പരിഹാരമാകുന്നത്? ആ ചോദ്യത്തിന് ഉത്തരം അവർ ഗവൺമെന്റ് തന്നെ പറയേണ്ടതാണ് എന്താണെന്ന്. എല്ലാവരും അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയ ഭേദമന്യേ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് ഒരു സമരം. കാരണം ഇതൊരു ആവശ്യമാണ്. അതുകൊണ്ടാണ് ആവശ്യം 14,458 റേഷൻ വ്യാപാരികളുടെ ആവശ്യമായാണ് ഈ കാര്യം. അതിനകത്ത് വേറെ മറ്റ് യാതൊരു കാര്യങ്ങളും ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് എല്ലാവരും ഒരുമിച്ച് ഈ സമരത്തിന് അനുവദിച്ചു പോകുന്നത്. അതിനാണ് അപ്പം അതിന്റെ പശ്ചാത്തലം അതാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, അത് CITUവിന്റെയും ATUCയുടെയും INTUCയുടെയും ജോണി നെല്ലൂരിന്റെ സംഘടനയുടെയും ഒക്കെ പിന്തുണ ഈ സമരത്തിനുണ്ട്. എല്ലാ സംഘടനകളുടെയും സംയുക്തമായ ഒരു സമരവേദിയാണിത്. അതുകൊണ്ട് തന്നെയാണ് ഈ സമരത്തിൽ ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഉടമലക്കൽ വേണുഗോപാൽ പങ്കെടുക്കും. അദ്ദേഹം ഈ കേരള കോൺഗ്രസ് എസിന്റെ സംസ്ഥാന നേതാവ് കൂടിയാണ്. ഈ ഭരണ മുന്നണി തന്നെ ഈ സമരത്തിൽ പങ്കെടുക്കും. എന്തുകൊണ്ടാണ്? കേരളത്തിലെ റേഷൻ വ്യാപാരികൾ കഴിഞ്ഞ വർഷങ്ങളായി വേതന പാക്കേജിന് വേണ്ടിയുള്ള നിർദ്ദേശം ഗവൺമെന്റിനോട് വെക്കുകയുണ്ടായി. തികച്ചും ന്യായമായ ആവശ്യം ഗവൺമെന്റ് കാലാകാലങ്ങൾ അംഗീകരിച്ചതാണെന്ന് പറഞ്ഞിട്ട് റേഷൻ വ്യാപാരം നടത്തിക്കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഈ സമരത്തിനിറങ്ങിയത്. ഈ സമരത്തിൽ CIT, AITC ഉൾപ്പെടെയുള്ള ഭരണകക്ഷി സംഘടനകളെല്ലാം തന്നെ പങ്കെടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രി പലപ്പോഴും നമ്മുടെ ചർച്ചയ്ക്ക് വിളിച്ചിട്ട് ഈ വിഷയം ജമീമായി പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ 9 വർഷമായി ഒരു പൈസയുടെ സാമ്പത്തിക ആനുകൂല്യം നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിലേക്കാണ് ഇതിനിറങ്ങിയത്. ഇത് സർക്കാരിനെതിരായുള്ള ഒരു പണിമുടക്കല്ല, റേഷൻ വ്യാപാരികളുടെ ജീവിതം മുന്നോട്ട് പോകാൻ കഴിയാത്തതിന്റെ പേരിൽ നിവൃത്തി കെട്ടിറങ്ങിയ ഒരു സമരമാണ്. ജനങ്ങളെ ബുദ്ധിമുട്ടില്ലേ? അതാണ് സർക്കാർ പറയുന്നത്. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കണമെന്നൊരു ആഗ്രഹവും കേരളത്തിലെ ഒരു റേഷൻ വ്യാപാരി സംഘടനകൾക്കുമില്ല. ജനങ്ങളെ പരമാവധി അവർക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ അവർ മോട്ടോ എന്ന നിലയിൽ മാത്രമാണ് ഞങ്ങൾ പങ്കെടുക്കുന്നത്. പക്ഷേ ഞങ്ങൾക്കൊരു തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനിറങ്ങിയത്. തന്നെയാണ് ഭരണമുന്നണിയുടെ പ്രധാനപ്പെട്ട നേതാവ് കൂടിയാണ് അദ്ദേഹം ഇത് പറയുമ്പോഴും മറ്റു വഴികളില്ലാതെ സമരത്തിനിറങ്ങുന്നു. സർക്കാരിനെതിരായ സമരമെന്ന് പറയുമ്പോഴും അത് സർക്കാർ തങ്ങളുടെ നിലപാടുകൾ, ആവശ്യങ്ങൾ അംഗീകരിക്കാത്തതിന്റെ പേരിൽ മാത്രമാണ് എന്നൊരു നിലപാടാണ് അദ്ദേഹം ഏതായാലും ഇതിനകത്ത് മുഖ്യമന്ത്രി ചർച്ചയിൽ ഇടപെടണം എന്നുള്ള ആവശ്യമാണ്